ഹായ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഉറക്കാണ്. ഈ ഉറക്കത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേ അടിപൊളിയാക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങി എണീറ്റിട്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ മാക്സിമം നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ള റെസ്റ്റ് കൊടുത്തിട്ട് ഒരു നല്ല രീതിയിൽ ഉറങ്ങുക. രാവിലെ എഴുന്നേൽക്കുക, നിങ്ങൾ നല്ല ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഏർപ്പെടുക. അതായത് ജിമ്മിൽ പോകണവർക്ക് ജിമ്മിൽ പോകാൻ, നടക്കാൻ പോകണവർക്ക് നടക്കാൻ പോകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഏർപ്പെട്ട് നിങ്ങൾ ഒരു 8 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ട് ഓഫീസിൽ പോകണം 8 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കാൻ പറ്റും. ഈ രാവിലെ ഓഫീസിൽ പോകണവർക്കും ഈ പറഞ്ഞാൽ അതനുസരിച്ച് ജിമ്മിലോ കാര്യങ്ങളോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് റെഡി ആകാൻ പറ്റും. ഞാനിപ്പോൾ ജിമ്മിൽ പോകണം ജസ്റ്റ് പറഞ്ഞുള്ളൂ, ഞാൻ മോർണിംഗ് എണീച്ചിട്ട് ചെയ്യണ ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുള്ളൂ. അവർ നിങ്ങൾ എന്താണ് രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഡേ പ്ലാൻ ചെയ്യണമെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആ മോർണിംഗ് അങ്ങനെ ദിവസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് രാവിലെ തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. കാരണം നിങ്ങൾ രാവിലെ തന്നെ ചിന്ത സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡിലോട്ട് വരും, നിങ്ങളത് ചെയ്തു തീർക്കുകയും ചെയ്യും. അത് നിങ്ങൾ വൈകി എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉറക്ക ക്ഷീണം കൊണ്ടായിരിക്കും എണീക്കുന്നത്. എണീറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആകെ ഒരു മടിയും അങ്ങനത്തെ ശീലങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഡേ പോണത് തന്നെ എന്തിനോ വേണ്ടി പോണ സെറ്റപ്പിലായിരിക്കും പോകണം. അപ്പോൾ നിങ്ങൾ രാവിലെ എണീച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് പലവേദന പോലും ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുകയാണെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ആ ഡേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആ ഒരു ഡേ എപ്പോഴും നമുക്ക് പകൽ ടൈമാണ് നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആ ഒരു ടൈം വേണമെങ്കിൽ നിങ്ങൾ മെയിൻലി നിങ്ങളുടെ ഉറക്കം നിങ്ങൾ ശരിയാക്കണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ഈ ഗാഡ്ജറ്റ്സുകളും മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ആഹാരം കൂടെ കഴിക്കാനും കൂടെ നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഗുഡ് സ്ലീപ്പിങ് നിങ്ങളുടെ ആ ഒരു സൈക്കിളിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റും. അത് ത്രൂ നിങ്ങളുടെ ഡേ നിങ്ങൾക്ക് അടിപൊളിയാക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്കറിയാം നമ്മുടെ പലരും ഈ നൈറ്റൊക്കെ ഫോൺ നോക്കിയായിരിക്കും അവർ കിടന്ന് ഉറങ്ങിപ്പോണത്. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു കാണുന്ന തന്നെ ഫോണിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസോ ഫോണിൽ ലാസ്റ്റ് കാണുന്ന ആ സാധനങ്ങളോ ഒക്കെ ആയിരിക്കും കണ്ടുകൊണ്ടാണ് ഉറങ്ങിപ്പോണത്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരുണ്ട് എപ്പോഴും നൈറ്റ് ആ ഒരു ഫോണിൽ കിടക്കുന്ന ബ്ലൂ ലൈറ്റ് കണ്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും. പലരും എന്നോട് പറയാറുണ്ട് 1 മണി 2 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരണമെങ്കിൽ. അത് നിങ്ങളത് ഉറങ്ങാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു അഡിക്ഷൻ നിങ്ങളുടെ ഹാബിറ്റായിട്ട് പോയി, അങ്ങനെ അതൊരു ഹാബിറ്റായി പോയി കഴിഞ്ഞാൽ ഈ 2 മണി 1 മണി വരെ ഫോൺ നോക്കണം ഒരു ഹാബിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമിൽ ഉറങ്ങുള്ളൂ. അത് നിങ്ങളുടെ ഹാബിറ്റായി മാറി. അപ്പോൾ അതിനെ മാറ്റാനുള്ള പരിപാടികൾ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങളെ ഫോൺ നോക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ബ്രെയിൻ നിങ്ങളോട് തന്നെ ഫോൺ ചോദിക്കും. അപ്പോൾ നിങ്ങൾ 2 മണി വരെ ഫോൺ കണ്ട് നിങ്ങൾ അവസാനം ഈ പറഞ്ഞ ഉറക്കത്തിൻ്റെ ഒരു പീക്ക് എത്തുന്ന ആ സമയത്ത് 2 മണിക്കായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഉറക്കം വരുന്നത്. നിങ്ങളപ്പോൾ ഈ ഉറങ്ങിപ്പോവും. രാവിലെ ഇരിക്കുമ്പോൾ ഇപ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ നേരെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെങ്കിലും നിങ്ങൾ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവരാണെങ്കിൽ, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഉറങ്ങാനൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. പിന്നീടുള്ള ഉറക്കത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും. കാരണം ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം ആയിരിക്കും. ഏതാൾക്കാരെ ജനറേഷൻ പറയും, യങ് ജനറേഷനായി പറയാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഉറക്കത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഹൈ ലെവൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ഒക്കെ ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുക, കാര്യങ്ങൾ ചെയ്യുക, എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ആ ഒരു ഡേനെ കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, ബൈ.